ഹായ് എവ്രി വൺ, വെൽക്കം ടു ഫർസ ക്രിയേഷൻസ്. ഇന്ന് ഞാനിവിടെ ചെയ്യുന്നത് പേപ്പർ ക്വില്ലിംഗ് ആണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് നെയിം വെച്ചിട്ട് നമ്മുടെ പേര് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട, ജസ്റ്റ് പേപ്പർ വെച്ചുകൊണ്ട് മാത്രം ചെയ്തൊരു കാര്യമാണിത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ: കുറച്ച് കളർ പേപ്പേഴ്സ്, പിന്നെ ഒരു കാർഡ്ബോർഡ് നിർബന്ധമില്ല കേട്ടോ, സാധാ പേപ്പറിൽ ചെയ്താലും മതിയാകും. പിന്നെ ഒരു സിസർ, ഒരു ഗ്ലൂ. ആദ്യം നമ്മുടെ കാർഡ്ബോർഡിനെ നമുക്കൊന്ന് ബ്ലാക്ക് പേപ്പർ യൂസ് ചെയ്ത് കവർ ചെയ്തെടുക്കാം. അതിനായിട്ട് ഈ ഒരു കാണുന്ന രീതിയിൽ പേപ്പർ വെച്ച് നന്നായി ഗ്ലൂ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മുടെ കാർഡ്ബോർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടുത്തതായിട്ട് നമ്മുടെ കൈവശമുള്ള കളർ പേപ്പർ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ സ്കെയിലും പെൻസിലും യൂസ് ചെയ്തിട്ട് ആദ്യം ഒരു ലൈന് വരച്ചു കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ള രീതിയിൽ ആ ഒരു വീതിക്കനുസരിച്ചിട്ട് നമ്മൾ വരച്ചു കൊടുക്കുക. അതിനുശേഷം എല്ലാ പേപ്പറും നല്ല രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ ഞാൻ പേപ്പർ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇതുപോലെ ആവശ്യമുള്ള പേപ്പർ കട്ട് ചെയ്ത് വെക്കുക. അടുത്തതായി നമുക്ക് നമ്മുടെ പേരൊരു പേപ്പറിൽ എഴുതി കൊടുക്കാം. അപ്പോൾ ഈ കാണുന്ന രീതിയിൽ നിങ്ങൾ പേര് എഴുതിയിട്ട് വെക്കുക. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു പേര് എഴുതുന്ന ആ ഒരു ലെറ്റർ നമ്മളതുപോലെ കട്ട് ചെയ്തിട്ട് കാർഡ്ബോർഡിൽ ഒട്ടിച്ച് കൊടുക്കേണ്ടതാണ്. അത് ഞാൻ ഇവിടെ ഇപ്പോൾ ചെയ്തിട്ടില്ല, ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് അത് കാണിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ലെറ്ററിന് ആവശ്യമുള്ള രീതിയിൽ നമ്മൾ ആദ്യം മുറിച്ച് വെച്ച പേപ്പർ എടുത്തിട്ട് ഓരോ പേപ്പറും നമ്മുടെ ഓരോ ലെറ്ററിൻ്റെ നേരെ ഈ കാണുന്ന രീതിയിൽ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു കാര്യത്തിന് ഗ്ലൂ ചെയ്യാൻ ഏറ്റവും എളുപ്പം ഈ കാണുന്ന രീതിയിൽ ഒരു ടോപ്പ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഗ്ലൂ ഒഴിച്ചിട്ട് ആ ഒരു പേപ്പർ നമ്മൾ കട്ട് ചെയ്ത പേപ്പർ അതിലേക്ക് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് നമ്മുടെ കാർഡ്ബോർഡിലേക്ക് വെച്ച് കൊടുക്കുന്നതായിരിക്കും കൂടുതൽ എളുപ്പം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ രീതിയിൽ കട്ട് ചെയ്ത് വെച്ച പേപ്പർ എടുത്തിട്ട് അതിൻ്റെ അറ്റത്ത് ഗ്ലൂ ചെയ്തിട്ട് ഈ ഒരു കാർഡ്ബോർഡിൽ ഒട്ടിച്ചു കൊടുത്താലും മതിയാകും. അങ്ങനെ നമ്മുടെ ഓരോ ലെറ്ററും ഈ കാണുന്ന രീതിയിൽ ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ പേര് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടുത്തതായി നമുക്ക് ചെറുതായിട്ടൊന്ന് വാട്ടർ കളർ ചെയ്ത് കൊടുക്കാം. അപ്പം എല്ലാ സ്ഥലത്തും വേണ്ട, ജസ്റ്റ് നമ്മൾ ഫ്ലവർ എവിടെയാണോ വരുന്നത് ആ ഒരു ഭാഗത്ത് മാത്രം കുറച്ച് കളേഴ്സ്, റോസ് അല്ലെങ്കിൽ യെല്ലോ, അങ്ങനെ ഏതാണ് ഫ്ലവർ ഉദ്ദേശിക്കുന്നത് ആ ഒരു കളർ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ് കേട്ടോ, നിർബന്ധമില്ല. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്ത് കൊടുത്താൽ മതി, അതല്ലാണ്ട് ചെയ്താലും ഭംഗിയുണ്ടാകും. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കാണുന്ന രീതിയിൽ യെല്ലോ കളർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മളിവിടെ കളർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ആ ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പേപ്പർ ഇതുപോലെ നമുക്ക് ഫസ്റ്റ് ചുരുട്ടി കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളൊരു പെയിൻറ്റിങ് ബ്രഷാണ്, അത് യൂസ് ചെയ്തിട്ടാണ് ഞാൻ റോസിൻ്റെ നടുവിൽ വെക്കേണ്ട ആ ഒരു റൗണ്ടിങ്ങനെ ചുരുട്ടി കൊടുക്കുന്നത്. അങ്ങനെ ചുരുട്ടിയിട്ട് ലാസ്റ്റ് അതിൻ്റെ എൻഡിൽ ഗ്ലൂ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു കാണുന്ന രീതിയിൽ നമ്മൾ ചുരുട്ടി പിന്നെ ചെറുതായിട്ടൊന്ന് ലൂസാക്കി കഴിഞ്ഞാൽ നല്ലൊരു ഷേപ്പ് കിട്ടും. അപ്പോൾ ഇതുപോലെ നമ്മൾ പേപ്പർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പേപ്പർ നമ്മളവിടെ ഗ്ലൂ ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുക്കുക. അതിന് ശേഷം റോസിൻ്റെ ഇതളുകളാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പേപ്പർ എടുക്കുക. എന്നിട്ട് ഈ ഒരു കാണുന്ന രീതിയിൽ നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ട് ചെറിയൊരു മടക്ക് കൊടുത്തിട്ട് അതിന് ചുറ്റും ഓരോരോ പേപ്പറായിട്ട് വെച്ച് കൊടുക്കുക. അങ്ങനെ ഈ ഒരു രീതിയിൽ ബാക്കിയുള്ള ഫ്ലവേഴ്സൊക്കെ വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ റോസ് ഇവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ആയിരിക്കും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുക. അടുത്തതായി നമുക്ക് ഇലയാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ റോസിന് ആവശ്യമുള്ള ഇലകൾ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു ഗ്രീൻ കളറുള്ള പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ എൻഡിൽ ഗ്ലൂ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കൈ കൊണ്ട് രണ്ട് അറ്റം ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇലൻ്റെ ഷേപ്പായിട്ട് കിട്ടും. ഇതുപോലെ നമുക്ക് പല ഷേപ്സും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ ഞാനിവിടെ ഇലകൾ കുറച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഓരോ ഫ്ലവറിൻ്റെ നേരെ നമുക്ക് വെച്ച് കൊടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു കാണുന്ന രീതിയിൽ നമ്മൾ ഇലകൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
അടുത്തതായി നമുക്ക് വേറൊരു ഫ്ലവർ ഉണ്ടാക്കാം. അപ്പോൾ അത് സിമ്പിളായിട്ടുള്ളൊരു ഫ്ലവറാണ്. അപ്പോൾ അതിന് ഈ ഒരു കാണുന്ന രീതിയിൽ പേപ്പർ ചെറിയ രീതിയിൽ കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മടക്കി അതിൻ്റെ എൻഡ് ഒട്ടിച്ചു കൊടുത്തിട്ട് നമുക്ക് ആ ഒരു ഇതളുകൾ ആക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ പൂവിൻ്റെ നടുക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പേപ്പർ ചുരുട്ടിയിട്ട് ആ ഒരു റോൾ ചെയ്തിട്ട് വെച്ച് കൊടുത്താൽ മതി. അങ്ങനെ ആ ഒരു ബാക്കിയുള്ള ഭാഗങ്ങളിൽ നമുക്ക് ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഫ്ലവേഴ്സ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, അതിൻ്റെ ഗ്യാപ്പ്, അതായത് ഓരോ പേരിൻ്റെയും ഓരോ ലെറ്ററിൻ്റെയും നടുവിൽ കുറച്ച് ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. അതിന് നമ്മൾ ഈ പേപ്പർ റോൾ ചെയ്ത പേപ്പർ ഒരുപാട് എടുത്തിട്ട് അതിൻ്റെ ഗ്യാപ്പിൽ കംപ്ലീറ്റ് ആയിട്ട് വെച്ച് കൊടുക്കുക. അങ്ങനെ നമ്മൾ റോൾ ചെയ്തത് ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ നമ്മൾ പേരിൻ്റെ ഓരോ ലെറ്റർ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ആ ഒരു ഭാഗത്ത് ഒട്ടിച്ച് കൊടുക്കണം. അത് എന്നോട് വിട്ടുപോയതാണ്, അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു എൻ്റെ ലാസ്റ്റിലേക്കത് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളത് ചെയ്യുമ്പോൾ തുടക്കത്തിലെ അത് ചെയ്യാൻ ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മുടെ പേപ്പർ ക്വില്ലിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നമുക്ക് ഫ്രെയിം ചെയ്തിട്ട് നമ്മൾ ടേബിളിലോ അല്ലെങ്കിൽ വോളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.